ഈ ആഴ്ചയും കഴിഞ്ഞ ആഴ്ചയുമായിട്ട് പുറത്തിറങ്ങിയ ഏറ്റവും പുതിയ സിനിമാ വാർത്തകളാണ് വീഡിയോ ഭാഗത്ത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അതിന് പക്ഷേ ആദ്യം കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ അവസാനം വരെ കാണാൻ ശ്രമിക്കുക. ആദ്യം തന്നെ പ്രദീപ് രംഗാനാഥൻ അതുപോലെ തന്നെ മമിത ബൈജു എന്നിവർ അഭിനയിക്കുന്ന ഏറ്റവും പുതിയ തമിഴ് സൂപ്പർ ഹിറ്റ് സിനിമയാണ് ഡ്യൂഡ് എന്ന് പറഞ്ഞ സിനിമ. സൂപ്പർ ഹിറ്റ് ആവുമെന്നാണ് എക്സ്പെക്ടേഷൻസ്. എന്തായാലും സിനിമ ഒക്ടോബർ 17-ാം തീയതി ദീപാവലി പ്രമാണിച്ചാണ് ഈ വർഷം വേൾഡ് വൈഡ് റിലീസ് ചെയ്യുന്നത്. കേരളത്തിൽ നമ്മുടെ E4 Entertainment ആയിരിക്കും ഡിസ്ട്രിബ്യൂഷൻ പാർട്ട്നേഴ്സ് ആയിട്ട് വരുന്നത്. മറ്റൊരു ഷർഫുദ്ദീൻ അനുപമ മലയാള സിനിമയാണ് ദ പെറ്റ് ഡിറ്റക്റ്റീവ് എന്ന് പറഞ്ഞ സിനിമ. ഒക്ടോബർ 16-ാം തീയതിക്ക് സിനിമയുടെ ഒഫീഷ്യൽ തിയേറ്റർ റിലീസ് കൺഫേം ആക്കിയിരിക്കുകയാണ്. നമ്മുടെ ശ്രീ ഗോകുലം മൂവീസ് ആണ് സിനിമ റിലീസിന് കൊണ്ടുവരുന്നത്. എന്തായാലും ഈ ആഴ്ചത്തോടെ സിനിമയുടെ ട്രെയിലർ പുറത്തു വരുമെന്നാണ് കേൾക്കാൻ സാധിക്കുന്നത്. നമ്മുടെ പ്രണേഷ് വിജയനാണ് സംവിധായകൻ, പുതിയൊരു ഡെബ്യൂട്ട് ആയ സംവിധായകനും കൂടിയാണ്. രാജേഷ് മുരുകേശ്വരനാണ് സിനിമയിൽ മ്യൂസിക് ഡയറക്ടർ. അദ്ദേഹത്തിന് കഴിഞ്ഞൊരു അടിപൊളി പ്രൊജക്ട് നോക്കുകയാണെങ്കിൽ പ്രേമം എന്ന് പറഞ്ഞ സിനിമയാണ്. നമ്മുടെ സെന ഹെഡ്ജിന്റെ ഏറ്റവും പുതിയ സംവിധാനത്തിൽ വരാൻ പോകുന്ന സിനിമയാണ് അവിഹിതം എന്ന് പറഞ്ഞ സിനിമ. ഒരു കിഡ്ലൻ ട്രെയിലറും സിനിമയുടെ ഭാഗത്ത് നിന്ന് പുറത്തിറങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും സിനിമ തിയേറ്റർ റിലീസ് ഒക്ടോബർ 10-ാം തീയതിയാണ് കൺഫേം ആക്കിയിരിക്കുന്നത്. അവിഹിതം എന്ന് പറഞ്ഞ സിനിമ നോട്ട് ജസ്റ്റ് എ മാൻസ് റൈറ്റ് URBA സർട്ടിഫിക്കറ്റ് ആണ് സിനിമയ്ക്ക് സെൻസർ ബോർഡിൽ നിന്ന് ലഭിച്ചിരിക്കുന്നത്. കാത്തിരിക്കുന്ന നമുക്ക് ഈ മലയാള സിനിമയുടെ റിലീസിന്റെ ഒക്ടോബർ 10-ാം തീയതി. നമ്മുടെ RJ ബാലാജിന്റെ ഒരു കിഴൻ സിനിമയായിരുന്നു മൂക്കുത്തി അമ്മ എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ രണ്ടാം ഭാഗം ഫ്രാഞ്ചൈസിലെ ആ രണ്ടാം ഭാഗത്തിന്റെ ഫസ്റ്റ് ലുക്ക് പുറത്തു വന്നിരിക്കുകയാണ്. നയൻതാരയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്നത്. ഹിപ്ഹോപ്പ് തമിഴനാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. സുന്ദർസിയാണ് സിനിമ ഡയറക്ഷൻ ചെയ്യുന്നത്. നിലവിൽ പടത്തിന്റെ ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്തായാലും ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ നിലവിൽ പുറത്തു വന്നിരിക്കുകയാണ്. കാത്തിരിക്കാം നമുക്ക്. അടുത്തൊരു മലയാള സിനിമയുടെ അനൗൺസ്മെന്റ് ആണ്. നമ്മുടെ സന്ദീപ് പ്രദീപ് കേന്ദ്ര കഥാപാത്രം അഭിനയിക്കുന്ന പുതിയൊരു മലയാള സിനിമയാണ് ഈക്കോ എന്ന് പറഞ്ഞ സിനിമ. മ്യൂസിക് നമ്മുടെ മുജീബ് മജീദ് ആണ്, കലംകാവൽ എന്ന സിനിമയിലെ മ്യൂസിക് ഡയറക്ടർ. ഡയറക്ഷൻ നമ്മുടെ ഡിൻജിത്ത് ആണ്. പുള്ളിക്കാരനെ നമുക്കറിയാം നമ്മുടെ കിഷ്കിണ്ട കാണ്ഡം എന്ന് പറഞ്ഞ ആസിഫ് അലി സിനിമയിലെ സംവിധായകനും കൂടിയാണ്. എന്തായാലും പടത്തിന്റെ ഷൂട്ടൊക്കെ ഉടൻ തന്നെ ആരംഭിക്കുന്നതായിരിക്കും. കാത്തിരിക്കുന്ന നമുക്ക് ഈ ഒരു മലയാള സിനിമയ്ക്കായിട്ട്. മറ്റൊരു ആസിഫ് അലി KGF ടൈപ്പ് പടമാണ് നമ്മുടെ ടക്കീട്ട എന്ന് പറഞ്ഞ സിനിമ. പടത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരു കിണ്ണം ഫസ്റ്റ് ലുക്ക് വന്നിരിക്കുകയാണ്. ആസിഫ് അലി, ലൂക്ക്മാൻ, നെസ്ലൻ എന്നിവർ അഭിനയിക്കുന്ന ഒരു മലയാള സിനിമയും കൂടിയാണ്. അതുപോലെ തന്നെ നമ്മുടെ സന്തോഷ് പ്രദീപ്. എന്തായാലും പടത്തിലെ മ്യൂസിക് നമ്മുടെ രവി ബസൂർ ആണ്. പുള്ളിക്കാരന്റെ മലയാള സിനിമയിലെ വർക്ക് നോക്കുകയാണെങ്കിൽ മാർക്കോ സിനിമയിലാണ്. അടിപൊളി വർക്കായിരുന്നു അത്. ഡയറക്ഷൻ നമ്മുടെ രോഹിത് VS ആണ്. പുള്ളിന്റെ സിനിമയാണ് ഇബിലീസ് കല എന്ന് പറഞ്ഞ സിനിമകള്. എന്തായാലും ആസിഫ് അലിന്റെ ഭാഗത്ത് നിന്ന് വരാൻ പോകുന്ന ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയും മലയാളത്തിൽ നിന്ന് വരാൻ പോകുന്ന ഒരു ബിഗ്ഗി സിനിമയും കൂടിയാണിത്. നമ്മുടെ ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ സിനിമയ്ക്ക് രണ്ടാം ഭാഗം വരാൻ പോവുകയാണ്. നമ്മൾ പൃഥ്വിരാജ് ആയിരിക്കും സിനിമയിലെ രണ്ടാം ഭാഗത്തിൽ കേന്ദ്ര കഥാപാത്രം അഭിനയിക്കാൻ പോകുന്നത്. പൃഥ്വിരാജ്, ലൂക്ക്മാൻ, ബാലു, ബിനു പപ്പു എന്നിവരൊക്കെയാണ്. എന്തായാലും നമ്മുടെ ഓപ്പറേഷൻ കബോഡിയ എന്നാണ് ഇത് ഓപ്പറേഷൻ ജാവ 2 പേര് നൽകിയിരിക്കുന്നത്. ഡയറക്ഷൻ നമ്മുടെ തരുൺ മൂർത്തിയാണ്. പുള്ളിക്കാരന്റെ കഴിഞ്ഞ സിനിമയാണ് തുടരും എന്ന് പറഞ്ഞ സിനിമ. ജെയ്ക്സ് വിജയാണ് സിനിമയിൽ മ്യൂസിക് കമ്പോസ് ചെയ്യാൻ പോകുന്നത്. എന്തായാലും ഓപ്പറേഷൻ ജാവ എന്ന് പറഞ്ഞ ഫ്രാഞ്ചൈസിൽ രണ്ടാമത്തെ സിനിമയും കൂടിയാണിത്. മറ്റൊരു മലയാള സിനിമയാണ് പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമ. സിനിമയുടെ ഭാഗത്ത് നിന്ന് ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ വന്നിരിക്കുകയാണ്, അല്ലെങ്കിൽ പുറത്തു വന്നിരിക്കുകയാണ്. നിഖില വിമലാണ് സിനിമയിൽ നായികയായിട്ട് അഭിനയിക്കുന്നത്. പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമയില് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്ന ഈ വർഷം നവംബർ മാസത്തോട്ടാണ്. എന്തായാലും ഫെബിൻ സിദ്ധാർത്ഥാണ് സിനിമയിലെ സംവിധായകൻ, അതുപോലെ തന്നെ സ്റ്റോറി ഒക്കെ ചെയ്യുന്നത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് പെണ്ണ് കേസ് എന്ന് പറഞ്ഞ സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. മറ്റൊരു മലയാള സിനിമയുടെ അനൗൺസ്മെന്റ് നടന്നിരിക്കുകയാണ് ഇതേ ദിവസം. നമ്മുടെ പ്രേം പാറ്റ എന്നാണ് സിനിമയ്ക്ക് പേര് നൽകിയിരിക്കുന്നത്. നമ്മുടെ ജോമോൻ, അതുപോലെ തന്നെ ജുനൈസ്, സാഫ് ബോയ്, സൈജു കുറുപ്പ്, മമത മോഹൻദാസ്, സിദ്ദിഖ് എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രമായിട്ട് അഭിനയിക്കുന്നത്. അമീർ പാലത്തിക്കലാണ് സിനിമ പ്രൊഡ്യൂസും ചെയ്യുന്നത്, അതുപോലെ തന്നെ ഡയറക്ഷനും ചെയ്യുന്നത്. സ്റ്റോറി, സ്ക്രീൻ പ്ലേ, ഡയലോഗ് ഒക്കെ ചെയ്യുന്നത് ലിജേഷ് കുമാർ ആയിരിക്കും. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് ഈ ഒരു സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. മറ്റൊരു സിനിമയാണ്, ഒരു ബിഗ് ബഡ്ജറ്റ് സിനിമയാണ് കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ. ആനി പെപ്പ് വർഗീസ്, അതുപോലെ തന്നെ നമ്മുടെ രജിഷ വിജയൻ, സുനില്, കബീർ സിംഗ് എന്നിവരൊക്കെ അഭിനയിക്കുന്ന ഒരു വമ്പൻ സിനിമയാണ് കാട്ടാളൻ എന്ന് പറഞ്ഞ സിനിമ. മ്യൂസിക് നമ്മുടെ അജേഷ് ലോകനാഥ് ആണ്, നമ്മുടെ കാന്താര സിനിമയിലെ മ്യൂസിക് കമ്പോസർ. ഡയറക്ഷൻ നമ്മുടെ പൗൾ ജോർജ് ആണ്. ഒരു ഡെബ്യൂട്ട് ആയ ഒരു സംവിധായകനാണ്. നമ്മുടെ ഷെരീഫ് മുഹമ്മദ് ആണ് സിനിമ പ്രൊഡക്ഷൻ കമ്പനി, നമ്മുടെ മാർക്കോ സിനിമയുടെ നിർമ്മാതാക്കള്. എന്തായാലും തായ്ലൻഡിലെ ഷൂട്ടിംഗ് ആരംഭിക്കാൻ പോവുകയാണ് സിനിമയുടെ ഷെഡ്യൂൾ. എന്തായാലും ഷൂട്ട് സ്റ്റാർട്ടഡ് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ കാട്ടാളൻ സിനിമയുടെ ടീമിന്റെ ഭാഗത്ത് ഒരു കിണ്ണം പോസ്റ്റർ വന്നിരിക്കുകയാണ്. അടുത്ത വർഷം സമ്മറിനാണ് സിനിമ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ജയ ജയഹേ, അതുപോലെ തന്നെ ഗുരുവായൂർ അമ്പലനടയില്, വാഴ എന്നീ സിനിമകളിലെ സംവിധായകനായി വിപിൻ ദാസൻ ഇനി ഡയറക്ഷൻ ചെയ്യാൻ പോകുന്ന സിനിമയാണ് നമ്മുടെ രാജുവേട്ടനായിട്ട് വരാൻ പോകുന്ന സന്തോഷ് ട്രോഫി. എന്തായാലും സിനിമേന്റെ പൂജ അതുപോലെ തന്നെ ഷൂട്ട് ആരംഭിച്ചിരിക്കുകയാണ്. നമ്മുടെ പൃഥ്വിരാജ് പ്രൊഡക്ഷൻ കമ്പനി അതുപോലെ തന്നെ മാജിക് ഫ്രെയിംസ് ഒക്കെയാണ് സിനിമ നിർമ്മിക്കുന്നത്. എന്തായാലും കാത്തിരിക്കും നമുക്ക് ഈ ഒരു പടത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. നമ്മുടെ അജിത് വിനായക ഫിലിംസ് നിർമ്മിക്കുന്ന ഏറ്റവും പുതിയ സിനിമയാണ് ആശ എന്ന് പറഞ്ഞ സിനിമ. സഫർ സനിലാണ് സിനിമയുടെ സ്റ്റോറി ഡയറക്ഷൻ ഒക്കെ ചെയ്യുന്നത്. എന്തായാലും സിനിമ പല ഭാഷകളിലായിട്ടാണ് തിയേറ്റർ റിലീസ് പ്ലാൻ ചെയ്യുന്നത്. ഉർവശി, ജോർജ് ജോർജ്, ഐശ്വര്യലക്ഷ്മി, വിജയ് രാഘവൻ എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. എന്തായാലും സിനിമയുടെ ഭാഗത്ത് ഒരു ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അങ്ങനെ പുറത്തു വന്നിരിക്കുകയാണ്.
മറ്റൊരു അപ്ഡേറ്റ് ആണ് നമ്മുടെ വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമേന്റെ അപ്ഡേറ്റ്. സിനിമേന്റെ റിലീസ് അപ്ഡേറ്റ് ഓൾമോസ്റ്റ് കൺഫേം ആയ രീതിയിലാണ്. സിനിമ ദീപാവലി പ്രമാണിച്ചാണ് ഈ വർഷം ഒക്ടോബർ മാസം 30 അല്ലെങ്കിൽ 31 തീയതി റിലീസ് പ്ലാൻ ചെയ്യുന്നത്. എന്തായാലും സിനിമേന്റെ ഭാഗത്തുനിന്ന് ഒരു ഒഫീഷ്യൽ പോസ്റ്റർ ഉടൻ വരുന്നതായിരിക്കും സിനിമേന്റെ റിലീസ് തീയതി ഉൾപ്പെടെയുള്ളത്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വിലായത്ത് ബുദ്ധ എന്ന് പറഞ്ഞ സിനിമേന്റെ റിലീസ് തീയതിക്കായിട്ട് ഒഫീഷ്യൽ അപ്ഡേറ്റ്. വാഴ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ ഷെഡ്യൂൾ പാക്കപ്പ് ആയിരിക്കുകയാണ്. അടുത്ത ഷെഡ്യൂൾ ജോർജിയ, ദുബായിലൊക്കെ വെച്ചിട്ടാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് വാഴ സിനിമയുടെ 2ാം ഭാഗത്തിന്റെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. അടുത്ത അപ്ഡേറ്റ് തമിഴ് സിനിമയായ പരാശക്തി എന്ന് പറഞ്ഞ സിനിമേന്റെയാണ്. എന്തായാലും സിനിമ ഇനി വെറും 100 ദിവസം കൂടിയുള്ള തിയേറ്റർ റിലീസിനായിട്ട്. സിനിമ ജാനുവരി 14 തീയതിയാണ് അടുത്ത വർഷം റിലീസ് പ്ലാൻ ചെയ്യുന്നത്. നിലവിൽ സിനിമയുടെ അവസാനഘട്ട ഷൂട്ടിംഗ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ശിവകാർത്തികേയൻ, രവി മോഹൻ, അതുപോലെ തന്നെ അഥർവ, ശ്രീലീല എന്നിവരൊക്കെയാണ് സിനിമയിൽ കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് അഭിനയിക്കുന്നത്. ജി.വി. പ്രകാശാണ് സിനിമ മ്യൂസിക് കമ്പോസ് ചെയ്യുന്നത്. സംവിധാനം നമ്മുടെ സുധര കൊങ്ക്രയാണ്. എന്തായാലും കാത്തിരിക്കാൻ നമുക്ക് സിനിമയുടെ കൂടുതൽ അപ്ഡേറ്റുകൾക്കായിട്ട്. മറ്റൊരു തമിഴ് സിനിമയാണ് പ്രദീപ് രംഗാനാഥൻ അഭിനയിക്കുന്ന LIK എന്ന് പറഞ്ഞ സിനിമ. ലവ് ഇൻഷുറൻസ് കമ്പനി എന്ന് പറഞ്ഞ സിനിമ. നമ്മുടെ പ്രദീപ് രംഗാനാഥൻ, കീർത്തി ഷെട്ടി, SJ സൂര്യ, ഗൗരി കിഷൻ, ശ്രീമാൻ എന്നിവരൊക്കെയാണ് കേന്ദ്ര കഥാപാത്രങ്ങളായിട്ട് സിനിമയിൽ അഭിനയിക്കുന്നത്. അനിരുദ്ധാണ് സിനിമയിൽ മ്യൂസിക് ബാക്ക്ഗ്രൗണ്ട് സ്കോർ കമ്പോസ് ചെയ്യുന്നത്. വിഘ്നേഷ് ശിവനാണ് സിനിമ സംവിധാനം ചെയ്യുന്നത്. നമ്മുടെ KRK എന്ന് പറഞ്ഞ സിനിമയാണ് പുള്ളിന്റെ കഴിഞ്ഞ സിനിമ നോക്കുകയാണെങ്കിൽ. സിനിമയുടെ ഒഫീഷ്യൽ റിലീസ് തീയതി കൺഫേം ആക്കിയിരിക്കുകയാണ്. സിനിമ ഈ വർഷം ഡിസംബർ മാസം 18 തീയതിയാണ് സിനിമ വേൾഡ് വൈഡ് റിലീസ് പ്ലാൻ ചെയ്യുന്നത്. സിനിമയുടെ ഒഫീഷ്യൽ ടീമിന്റെ ഭാഗത്ത് ഒരു കിടിലൻ അപ്ഡേറ്റ് ആണ് ഇത് വന്നിരിക്കുന്നത്. കാത്തിരിക്കുന്ന കൂടുതൽ സിനിമ വാർത്തകൾക്കായിട്ട്. അതിന് പക്ഷേ ആദ്യം ഇത് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക സ്റ്റോക്സ് ചാനൽ.